ശ്രീനാഥ, ടോസ് അമേരിക്കയാണ് നേടിയിരിക്കുന്നത്. ടോസ് അമേരിക്ക നേടിയിരിക്കുന്നു. മൊണാങ് പട്ടേലിനാണ് ടോസ് സ്പിൻ ചെയ്തത്. കോയിൻ സ്പിൻ ചെയ്തത് സൂര്യകുമാർ യാദവ് എങ്കിൽ പോലും ഇപ്പോൾ അത് വിളിച്ചത് കറക്റ്റായി മൊണാങ് പട്ടേലിന് തന്നെ കിട്ടിയിരിക്കുന്നു. അദ്ദേഹം എന്ത് തീരുമാനം എടുത്തിരിക്കുന്നു, ആദ്യം ബാറ്റ് ചെയ്യാനാണോ എന്നുള്ളത് അറിയാൻ കഴിയുന്നു. പറഞ്ഞതുപോലെ തന്നെ ടോസ് ഓപ്റ്റഡ് ടു ഫീൽഡ്, അതായത് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യും എന്നതാണ് നൽകാനുള്ള സുപ്രധാന വാർത്ത. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യും. ആരാധകരൊക്കെ തന്നെ കാത്തിരുന്ന നിമിഷം ഇത് തന്നെയാണ്. ഇന്ത്യയുടെ ബാറ്റിങ്ങിനായി, ഇന്ത്യയുടെ ബാറ്റിംഗ് വെടിക്കെട്ടിനായി, ഇന്ത്യയുടെ റൺ വിരുന്നിനായി, പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ എന്ന ആ താരം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ രീതിയിൽ ഇന്ത്യയെ ലോക ക്രിക്കറ്റിനെ തന്നെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ഒരു ഭയവും ഇല്ലാതെ ആദ്യ പന്ത് മുതൽ 20-ാം ഓവറിലെ അവസാന പന്ത് വരെ ഒരേ തരത്തിൽ കളിച്ച് എതിരാളികളെയൊക്കെ തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മുന്നേറുന്ന അഭിഷേക് ശർമ്മ എന്ന താരത്തിന്റെ ബാറ്റിംഗ് തുടക്കത്തിൽ തന്നെ കാണാം എന്നുള്ള വലിയ സന്തോഷം. ഇന്ത്യ വലിയൊരു കുട്ടൻ സ്കോർ തന്നെ പടുത്തുയർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്യും എന്നുള്ളതാണ്. ടോസ് അമേരിക്കയ്ക്ക്, പക്ഷേ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുന്നു. ബൗളിംഗ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇനി അറിയാനുള്ളത് ഇന്ത്യൻ നിരയിൽ ആരൊക്കെ എന്നുള്ളതാണ്. ഇന്ത്യൻ നിരയിലേക്ക് സഞ്ജു സാംസൺ ഉണ്ടാകുമോ എന്നുള്ള വലിയ ആകാംക്ഷയുണ്ട്. ഇത് സൂര്യകുമാർ യാദവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്ലേയിങ് 11 എന്തായിരിക്കും എന്നുള്ളത്. ഒരുപക്ഷെ സൂര്യ പറയുന്നത് ആദ്യം ബാറ്റ് ചെയ്യാൻ തന്നെയായിരിക്കും താല്പര്യം. ഒരുപക്ഷെ ഡ്യൂ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്തേക്കാം എന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും കണ്ടില്ല. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അത്ര കണ്ട് ശക്തമാണ്. ഒപ്പം തന്നെ ഇന്ത്യൻ സ്പിന്നേഴ്സ് വലിയ രീതിയിൽ തന്നെ ഡ്യൂ ഫാക്ടേഴ്സിനെ മറികടന്നുകൊണ്ട് പന്തെറിയാൻ തക്കവണ്ണം ഇന്ത്യയുടെ ബൗളർമാരൊക്കെ തന്നെ കരുതിയിട്ടുണ്ട്. ഈ പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനൊക്കെ തന്നെ, അല്ലെങ്കിൽ ബാറ്റർമാർക്ക് തന്നെയാണ് എല്ലാ കാലത്തും വലിയ പിന്തുണയുണ്ടായിരുന്നത്. ഒരു 180 മുകളിലുള്ള സ്കോർ തന്നെയാണ് ഒരു ആവറേജ് സ്കോറായും മുംബൈ വാങ്കഡയിലും നമ്മൾ കാണുന്നത്. സ്ലോഗ് ഓവേഴ്സിൽ, അതായത് മധ്യ ഓവറുകളിലൊക്കെ തന്നെ സ്പിന്നർമാർക്ക് വലിയ പിന്തുണ കിട്ടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ കാത്തിരുന്ന നിമിഷം ഇത് തന്നെയാണ്. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുമെന്നുള്ളതാണ് ശ്രീനാഥ്. ഇന്ത്യൻ ക്യാപ്റ്റൻ പറയുന്നത് ഞങ്ങൾ ആദ്യം ബാറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിക്കറ്റ് നല്ല വിക്കറ്റ് തന്നെയാണ്. വിക്കറ്റ് നല്ലതാണ്. അതായത് ഡ്യൂ ഇഷ്യൂ ഉണ്ടാകും. അതുകൊണ്ട് ആദ്യം ബാറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകൻ അജിത് കുമാർ നമുക്കൊപ്പം ചേരുന്നു, KCA മുൻ സെക്രട്ടറി. അജിത് കുമാർ, ഒരുപക്ഷെ ആരാധകർ കാത്തിരുന്നത് പോലെ തന്നെ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങുകയാണ്. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ആഗ്രഹം. അത് കൃത്യമായിട്ട് നടന്നിട്ടു. ഇന്ത്യക്ക് ആദ്യം ബാറ്റിംഗ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനി സ്റ്റാർട്ടിംഗ് 11, ഇന്ത്യയുടെ പ്ലേയിങ് 11 എന്തായിരിക്കും എന്നതിൽ വലിയ ആകാംക്ഷയുണ്ട്. സഞ്ജു സാംസണ് ടീമിൽ ഇടമുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ പലരും പ്രതീക്ഷിക്കുന്നത് 300 അലേർട്ട് എന്നത് തന്നെയാണ്. ശ്രീനാഥ് ഒരിക്കൽ കൂടി ചേരുന്നു. ശ്രീനാഥ്, ആരാധകർ പ്രതീക്ഷിച്ച പോലെ നമ്മൾ ഇന്ന് വാങ്കഡയുടെ മുന്നിൽ നിന്ന് ധാരാളം പ്രതികരണങ്ങൾ ശ്രീനാഥ് എടുത്തതാണ്. അപ്പോൾ ശ്രീനാഥ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാനാണ് എല്ലാവരും ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. സഞ്ജു ടീമിലില്ല എന്നുള്ളത് സുപ്രധാന വാർത്തയാണ് വരുന്നത്. ഇഷാൻ കിഷൻ ആയിരിക്കും വിക്കറ്റ് കീപ്പ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ആദ്യം ഓപ്പൺ ചെയ്യുന്നു എന്നുള്ള വാർത്ത വരുന്നു. സഞ്ജു ഉണ്ടാകില്ല. സഞ്ജുവിനെ നിരാശ. സഞ്ജു ബെഞ്ചിൽ തന്നെയായിരിക്കും. ശ്രീനാഥ്, ഹാർദിക് പാണ്ഡ്യ അടക്കമുള്ളവർ പിന്നാലെ എത്തുന്നുണ്ട്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ശിവം ദുബെ, അക്ഷർ പട്ടേൽ, വരുൺ ചക്രവർത്തി, അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണയ്ക്ക് പകരമായി ടീമിൽ ഉൾപ്പെടുത്തിയ മുഹമ്മദ് സിറാജ് ഈ ടീമിലേക്ക് എത്തുന്നു. അങ്ങനെ പ്ലേയിങ് 11 മുഹമ്മദ് സിറാജുമുണ്ട്. സഞ്ജു സാംസൺ ഇടമില്ല. പകരം ഇഷാൻ കിഷനാണ് ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്ത്യ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ബാറ്റിംഗ് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പറഞ്ഞത്. ടോസ് ലഭിച്ചാൽ ബാറ്റിംഗ് തന്നെ തിരഞ്ഞെടുക്കാൻ ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു. കാരണം വലിയൊരു കൂറ്റൻ സ്കോർ പടുത്തുയർത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഭാഗ്യ ഗ്രൗണ്ടാണ് വാങ്കഡെ സ്റ്റേഡിയം. അവിടെ അനായാസം അടിച്ച് തകർത്ത് അഭിഷേക് ശർമ്മയ്ക്കും ഇഷാൻ കിഷനും ഒക്കെ ഒരു പടുകൂറ്റൻ സ്കോറിലേക്ക് തുടക്കമിട്ട് പിന്നീടുള്ളവർക്കും വലിയ സ്കോറിലേക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കും. മാത്രമല്ല അമേരിക്ക ഈ വാമപ്പ് ഗെയിംസിലടക്കം 200 മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള ഒരു സംഘമാണ്. അതുകൊണ്ട് അവരെ തീരെ കുറച്ച് കാണേണ്ടതില്ല. അവർ ദുർബലരാണ്. എന്നാൽ പോലും ഒന്ന് പൊരുതി നോക്കാനുള്ള കെൽപ്പ് അവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വലിയ സ്കോറിലേക്ക് ഇന്ത്യൻ ബാറ്റർമാർ ബാറ്റ്
വീശും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടക്കം മുതൽ തന്നെ ആക്രമിച്ച് കളിക്കാൻ തന്നെയായിരിക്കും അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും അടക്കമുള്ള ബാറ്റിംഗ് നിര ഏതായാലും ശ്രമിക്കുക. ഇന്നലെ നെറ്റ്സിലടക്കം സഞ്ജു സാംസനെ നമ്മൾ കാര്യമായി കണ്ടില്ല. അതുകൊണ്ട് ഇത്തവണ ഉണ്ടാവില്ല, ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല എന്നത് ഏതാണ്ട് തീരുമാനമായിരുന്നു. അതുകൊണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സഞ്ജു ആദ്യ മത്സരത്തിനില്ല എന്നത് ഒരു നിരാശ തന്നെയാണ്. അതേസമയം മാരക ഫോമിലുള്ള ഇഷാൻ കിഷൻ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ചേരുമ്പോൾ അത് ടീം ഇന്ത്യക്ക് തുടക്കത്തിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ, വലിയ സ്കോറിലേക്കുള്ള അടിത്തറ പാകാൻ കഴിയും എന്നുള്ളതാണ് എല്ലാ ആരാധകരും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ടീം ആഗ്രഹിച്ചതും ടോസ് ലഭിച്ചാൽ ബാറ്റിംഗ് തന്നെയായിരുന്നു. പക്ഷേ ടോസ് ലഭിച്ചില്ലെങ്കിലും ബാറ്റ് ചെയ്യാൻ പോകുന്നു. ഇനി ആരാധകർ കാത്തിരിക്കുന്നത് വാങ്കഡയുടെ മണ്ണിൽ ഒരു വലിയ വെടിക്കെട്ടാണ്. നേരത്തെ കലാപരിപാടികളുടെ ഭാഗമായി ചെറിയ വെടിക്കെട്ടൊക്കെ കണ്ടതാണ്. അതിലും വലിയ വെടിക്കെട്ട് പക്ഷേ അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും അടക്കമുള്ള സൂര്യകുമാർ യാദവും അടക്കമുള്ളവർ കാഴ്ചവെച്ചേക്കാം. നേരത്തെ രോഹിത് ശർമ്മയാണ് യഥാർത്ഥത്തിൽ മുംബൈയുടെ രാജ ആരാണ് എന്ന് ഈ ഗാലറിയിൽ നിന്ന് ഉറക്കെ വിളിച്ചാൽ അതിന് ഒരു ഉത്തരമേ നമ്മൾ കേൾക്കൂ. അത് രോഹിത് ശർമ്മയുടെ പേരാണ്. യഥാർത്ഥത്തിൽ രോഹിത്തിനോളം തന്നെ ഇപ്പോൾ വലിയ ആരാധക വൃന്ദമുള്ള ഒരു താരമാണ് സൂര്യകുമാർ യാദവ്. മുംബൈയിലെ താരമാണ്. അദ്ദേഹത്തിൻ്റെ എതിരാളിയായി അമേരിക്കൻ ടീമിലും മുംബൈയിൽ നിന്ന് പണ്ട് അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തൊക്കെ അദ്ദേഹത്തോടൊപ്പം കളിച്ച ചില താരങ്ങളുണ്ട്. ഇപ്പോൾ സൗരവ് നേത്രവൽക്കറിനെ പോലെയുള്ള താരങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം മുൻപ് കളിച്ചിട്ടുള്ള താരങ്ങളാണ്. അങ്ങനെ മുംബൈക്കാരനായ സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ ഒരു ടീമിനെ നയിച്ചുകൊണ്ട്, ഇന്ത്യൻ ടീമിനെ നയിച്ചുകൊണ്ട് കഴിഞ്ഞ ലോകകപ്പിൻ്റെ ഫൈനലിൽ ഒരു നിർണായകമായ ക്യാച്ചിലൂടെ ടീമിനെ വിജയത്തിലേക്ക് നയിച്ച സൂര്യകുമാർ യാദവിന് കൂടി പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സൂര്യകുമാർ യാദവിൻ്റെ ഒരു മിന്നും പ്രകടനം കൂടി നമ്മൾ വാങ്കഡയുടെ മണ്ണിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം മുഹമ്മദ് സിറാജ് അപ്രതീക്ഷിതമായി ഹർഷിത് റാണയ്ക്ക് പരിക്കേറ്റപ്പോൾ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. അങ്ങനെ ടീമിൽ ഇടം കിട്ടിയ മുഹമ്മദ് സിറാജ് കൂടി ഇന്നത്തെ ഈ പ്ലേയിങ് ഇലവനിലുണ്ട്. ഒപ്പം പരിക്ക് മാറിയെത്തിയ തിലക് വർമ്മ വാമപ്പ് മാച്ചുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മിന്നും പ്രകടനം നമ്മൾ കണ്ടു. മാത്രമല്ല ഇത്തവണ ബോളിംഗിൽ കൂടി അദ്ദേഹത്തിൻ്റെ സേവനം കാര്യമായി ഇന്ത്യൻ ടീം ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. കഴിഞ്ഞ വാമപ്പ് മത്സരങ്ങളിൽ അത് കണ്ടു. ഇന്നലെ നെറ്റ്സിലും അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ബോളിംഗിലും കാര്യമായി പരിശീലിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അനിൽ, ശ്രീനാഥ, ഇത് തന്നെയാണ് ശ്രീനാഥ് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. രോഹിത് ശർമ്മ നമ്മുടെ കഴിഞ്ഞ ലോകകപ്പ് വിജയത്തിന്റെ നായകൻ. ആ നായകൻ ഇത്തവണ ICCയോട് നടത്തുന്ന ഈ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി കൂടിയാണ് ഇത്തവണ കളത്തിൽ എത്തുന്നത്. ഇപ്പോഴും ഒരു വിരമിക്കാത്ത ഒരു താരം ബ്രാൻഡ് അംബാസിഡർ ആവുന്നത് ആദ്യത്തെ സംഭവമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഹിറ്റ്മാൻ രോഹിത് ശർമ്മ കഴിഞ്ഞ തവണ ഇന്ത്യയുടെ ദീർഘനാളത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച ഇന്ത്യക്ക് ലോക കിരീടം സമ്മാനിച്ച നായകൻ രോഹിത് ശർമ്മ എന്തായാലും സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്നതാണ്. മുംബൈക്ക് രാജ രോഹിത് ശർമ്മ എന്നുള്ള വലിയ ആർപ്പുവിളികളോടുകൂടി തന്നെയാണ് രോഹിത്തിനെ വരവേറ്റത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിത്തും മുംബൈയും അതൊരു വല്ലാത്ത കോമ്പിനേഷൻ തന്നെയാണ്. അങ്ങനെ രോഹിത്ത് വരുന്നത് ഇന്ത്യയുടെ ആരാധകർക്ക് ആർപ്പ് വിളിക്കാൻ ഒന്നുകൂടി കാരണമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കേരള മുൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.